ഒരു ചൂട് കട്ടൻ കാപ്പിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. അധികം ദൂരെയൊന്നുമല്ല, ഒന്ന് വേളാങ്കണ്ണി വരെ. ഞാനും കുഞ്ഞും ഏട്ടനും മാത്രമായി ഒരു യാത്ര. ഇതൊരു നേർച്ച പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചതാണ്. വണ്ടി ഓടിച്ച് ടയേർഡാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങും. ഞാനും കൂടും. ചിലപ്പോഴൊക്കെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാറില്ല കേട്ടോ. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വൊമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൻ എൻ്റെ മടിയിൽ നിന്ന് മാറാറില്ല. പിന്നീട് യാത്ര തുടർന്നു. യാത്രക്കിടയിൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാം. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇത്. ഉറങ്ങിക്കിടന്നയാൾ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞതും ഉണർന്നെഴുന്നേറ്റ് ടാറ്റ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ബിഷപ്പിൻ്റെ വിളി വന്നു. ഇനി മുന്നോട്ട് പോയാൽ ടയർഡാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് കേട്ടോ നിർത്തിയത്. ഇവിടെയാണെങ്കിൽ പാർക്ക് ചെയ്യാനും സ്ഥലമുണ്ട്. ഒരു വില്ലേജ് ഹട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു മോഡൽ ഹോട്ടലായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ വീട് പോലെയൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് നല്ല ചൂട് ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ച് ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു. വേളാങ്കണ്ണി അടുക്കാറായി. അവിടെ വരെ നമ്മൾ സ്മൂത്തായി വന്നതാ. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പെട്ടു. എന്താ ഒരു തിരക്ക്! ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ഈ കൊടികളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും, നമുക്ക് മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാൾ വേറെ ആരാ? നമ്മുടെ ഇളയ ദളപതി തന്നെ. വിജയണ്ണനെ കാണാനുള്ള തിരക്കാണ് ഇവിടെ. പുള്ളി ഇപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുന്ന തിരക്കിലാണ്. ഈ സ്ഥലം നാഗപട്ടണമാണ്. ഇവിടെയാണ് ഇന്ന് വരുന്നത് പുള്ളിയെ കാണാനുള്ള തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്കായിരുന്നു. എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. കുറച്ച് ഞങ്ങളെ വട്ടം ചുറ്റിച്ചു. നേരെയുള്ള വഴി വിടാതെ നമ്മളെ ഷോർട്ട് കട്ടിലൂടെയൊക്കെയാണ് വിട്ടത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ഫ്രഷായി ഈവനിങ് വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. ഇവിടെ ചുറ്റിനും 2-3 പള്ളികളുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഈ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. നമ്മൾ എത്തിയപ്പോഴേക്കും താഴത്തെ ഭാഗം അടച്ചേക്കുമായിരുന്നു. അതിപ്പോൾ തുറക്കൂല, 7 മണി കഴിഞ്ഞേ തുറക്കുള്ളൂ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോഴാണ് മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ പോയത്. അതിനുശേഷം ഞങ്ങൾ കരുതി ബീച്ചിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് താഴെ വരാം എന്ന്. 7 മണി കഴിയുമ്പോഴത്തേന് താഴെ വന്ന് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ബീച്ചിൻ്റെ വഴി കണ്ടുപിടിച്ച് ബീച്ചിലേക്കായി യാത്ര. കാണുമ്പോൾ നല്ല രസമുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ ഒട്ടും രസമുണ്ടായിരുന്നില്ല. നാറ്റം മാത്രമാണോ, കാല് കുത്താൻ സ്ഥലമില്ലാതെ വേസ്റ്റായിരുന്നു പലയിടത്തും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാർക്കിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ പോയി. 11 മണിയോടെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നെക്സ്റ്റ് പ്ലേസിലേക്ക്. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.